ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഫാമിലി റൗണ്ടായിരുന്നു. അപ്പോൾ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും അമ്മയും സഹോദരിയൊക്കെ വന്നത്, അമ്മമാരും സഹോദരിയൊക്കെ വന്നത് ഒരു ദിവസമായിരുന്നു അല്ലേ. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിനോട് പറഞ്ഞിരുന്നു, നീ അധിക നേരം ഉറക്കമൊളിച്ച് ഇരിക്കരുത്, ഗെയിംസിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം, കുറച്ചും കൂടെ ഒന്ന് എനർജറ്റിക് ആവണം, പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ ഉറക്കമൊളിച്ച് ഇങ്ങനെ വർത്തമാനം പറയാനായിട്ട് പോയിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ലൈവ് കണ്ടില്ല, ഞാൻ കേട്ട കാര്യം മാത്രമാണ്. പിന്നെ ജാസ്മിൻ്റെ ഗതിയാവെന്ന് പറഞ്ഞതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്, അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. പിന്നെ എന്തിനാണ് അധികം നേരം നീ ഉറക്കമൊളിച്ച്, എല്ലാവരും പോയി കിടന്നാലും ശ്രീധു എന്തിനാണ് ഉറക്കമൊളിച്ചിരിക്കുന്നത്? ഞാൻ ഈ സെയിം ഒരു വീഡിയോ ഇതിന് മുന്നേ അതിനെപ്പറ്റി തന്നെ എനിക്കും, നമുക്കൊരു സാധാരണക്കാരിയായ ഒരാൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി കാണും. ശ്രീധു ഇപ്പോൾ ഓവർനൈറ്റ് ഈ വർത്തമാനം പറഞ്ഞ് ഒരു ലവ് സ്ട്രാറ്റജി തന്നെ അവിടെയും പിടിക്കാൻ, ഫ്രണ്ട്ഷിപ്പ് കം ലവ് സ്ട്രാറ്റജി ഓർ അല്ല ലവ് ഫ്രം ഫ്രണ്ട്ഷിപ്പ്, ലവ് സ്ട്രാറ്റജി ഫ്രം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം അല്ലേ. കാരണം അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞത്, പിന്നെ നീ ഒരുപാട് ഇതിനൊക്കെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് നീ തുറന്നു പറയുക. അപ്പോൾ അതിൽ നോർമലായൊരു വ്യക്തിക്ക് ഒരു തെറ്റുണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അതിലൊരു തെറ്റും നമുക്ക് ഒരു തെറ്റ് നമുക്ക് പറയാനായിട്ട് ആ ഒരു അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ന്യായമായ ഏതൊരമ്മയും വിചാരിക്കുന്ന കാര്യം തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം മകളെ വളർത്തിയത്. ഭർത്താവുണ്ടോ അല്ലെങ്കിൽ ശ്രീധുവിൻ്റെ അച്ഛൻ കൂടെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അവരൊരു ബോൾഡ് ലേഡിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ബോൾഡായിട്ട് നിൽക്കാതെ മോളെ വളർത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം അല്ലേ. ഒരു മോളുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ശ്രീധു പഠിത്തത്തോടൊപ്പം തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഷൂട്ടിങ്ങിലൊക്കെ പോവുകയും കുടുംബം നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അമ്മ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ ബോൾഡായിട്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണമല്ലോ. നമ്മൾ എന്നും അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെടാതെ നമുക്ക് കുറച്ച് കാലം കൊണ്ട് ഒരു നല്ലൊരു വേദി കിട്ടിയിരിക്കുന്നത്. ആ വേദി നല്ല രീതിയിൽ വിനിയോഗിക്കാനാണ് അമ്മ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലവ് ഉണ്ടാക്കി അവിടെ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ഗുണമില്ല. ഓവർനൈറ്റ് മറ്റുള്ളവർ പോയി കിടക്കുമ്പോൾ പോലും ശ്രീധു ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക. അപ്പോൾ ശ്രീധു പറയുന്നത് സമയം അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. ലൈറ്റ് ഓഫ് ചെയ്യുകയും മറ്റുള്ളവർ പോയി കിടക്കുകയും കാണുമ്പോൾ ഒരുമാതിരി സമയമായെന്ന് മനസ്സിലാക്കാൻ കഴിയും. ശ്രീധുവിന് ചിലപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അർജുൻ വർത്തമാനം പറയാൻ വരും എന്നോർത്തിട്ടായിരിക്കും ശ്രീധു അങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കുറയ്ക്കുക, ആ ഒരു കാര്യം. അല്ലാണ്ട് അവർ ജാടയായതുകൊണ്ട് ഒന്നും കൊണ്ടല്ല. ഏതൊരമ്മയും അവർക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ ബന്ധുക്കളോ അയൽവക്കക്കാരോ ഫ്രണ്ട്സോ സമൂഹമൊക്കെ അവരെ ഈ ഒരു കാര്യത്തെ ചൊല്ലി, അതായത് ശ്രീധു അവിടെ ഇങ്ങനെ ഓവർനൈറ്റ് ഇങ്ങനെ ഒരു ചെറുക്കനുമായിട്ട് കാര്യം ഫ്രണ്ട്ഷിപ്പ് ഒരു മീഡിയ പരമായി പോകുമ്പോൾ ആണുങ്ങളായിട്ടും ലേഡീസിനെ പോലെ തന്നെ ആണുങ്ങളോടും ഇടപഴകേണ്ടി വരും, ആണുങ്ങളുമായിട്ട് യാത്ര ചെയ്യേണ്ടി വരും, പല സ്ഥലത്തും ഒരുമിച്ച് നിൽക്കേണ്ടിയൊക്കെ വരും ഒരുപാട് നേരം അല്ലേ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് മീഡിയ പോലത്തുള്ള രംഗത്ത്, എസ്പെഷ്യലി ഏത് ജോലിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇതിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ അമ്മ വളരെ കൃത്യതയോടു കൂടിയായിരിക്കാം ആ കുട്ടിയെ വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ എവിടെ പോയാലും ഒരു ഓവറായിട്ട് പോകാത്ത തരത്തിൽ, ഇപ്പോൾ മറ്റുള്ളിടത്ത് പോയി ഏതെങ്കിലും ആണുങ്ങളെ ആയിട്ട് നമുക്ക് മിങ്കിൾ ചെയ്ത് ജോലി ചെയ്യേണ്ടി വരുവാണെങ്കിൽ, അതായത് കൊളീഗ് ആണാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിന് തന്നെ പോകുമ്പോഴോ ഒരാളുടെ കൂടെ അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരാണ് നമ്മുടെ കൂടെ ഒരു കമ്പാനിയനായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ജോലിപരമായിട്ട് അത് നടന്നു പോകുന്നത് കാര്യമാണ്. പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ അവിടെ ഇടവരുത്തുന്നില്ല. എന്നാൽ ബിഗ് ബോസ് സർവ്വസമയവും ഓൾ ഓവർ ദ വേൾഡ് ഫേമസ് റിയാലിറ്റി ഷോ ആണ്. അതെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ ഈ ഫുൾ ടൈമും ഈ ക്യാമറ ഉണ്ടായിട്ട് പോലും ശ്രീധു ഒക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ചുമ്മാ കോഴിത്തരമാണ്, അല്ലെങ്കിൽ കോഴീനെ പോലെ ചുമ്മാ ആരെങ്കിലും കണ്ട അവിടെ നിന്ന് ഇത് പ്രേമ സ്ട്രാറ്റജിയാണ്, ലവ് സ്ട്രാറ്റജിയാണ് എന്ന് മറ്റുള്ളവർ അമ്മയെ കളിയാക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ളവരെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് ഒരു സമൂഹത്തിൽ അവർ ജീവിക്കുന്നതിനാൽ അവർക്ക് ചില നാണക്കേടുകൾ ഉണ്ടാവാം. പിന്നെ അവരുടെ മകളാണ്, ഈ ഷോയിനേലുപരി അവരുടെ മകളാണ്, അവർക്ക് എന്തും പറയാം. അപ്പോൾ അവരുടെ മകളെ കുറച്ചും കൂടെ ബെറ്ററായി കളിക്കാനും ചില കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ അത് ഉണ്ടാക്കി അവിടെ ആ വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വരണ്ട
എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അത് അവർ പറഞ്ഞതിൽ ഞാൻ 100% അവരോട് യോജിക്കുന്നു. ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ചില വീഡിയോസിൽ കണ്ടത് ജാസ്മിൻ്റെ അവസ്ഥ തന്നെയാകും എന്ന് അങ്ങനെയൊക്കെ 1-2 തവണ ഒരു തവണയോ ഒക്കെ പറഞ്ഞതായിട്ടൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഗെയിം പുറത്തേട്ട് വരണ്ട എന്നുള്ളത് മാത്രമായിരിക്കും അവിടെ ഉദ്ദേശിച്ചത്. അവിടെ എന്താ പറയുക, അവിടുത്തെ ഇപ്പോൾ കളിക്കുന്ന ആ ഒരു രീതി അത് പുറത്തെങ്ങനെയാണ് എന്നുള്ള അഭിപ്രായം അവിടെയുള്ള കണ്ടസ്റ്റൻസ് അറിയാതിരിക്കാനാണല്ലോ ബിഗ് ബോസ് നോക്കുന്നത്. അതാരും പറയരുത് എന്നൊരു വാണിംഗ് ബിഗ് ബോസ് എല്ലാവർക്കും ക്ലാസ്സൊക്കെ കൊടുത്തിട്ടായിരിക്കും അവിടെ കയറ്റി വിട്ടിട്ടുള്ളത്. അപ്പോൾ ശ്രീതുവിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയായിരിക്കാം, അതായത് പുറത്തുള്ള കാര്യങ്ങൾ അവിടെ അറിയിക്കരുത്. ഇപ്പോൾ ജാസ്മിൻ്റെ ഗതിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിനപ്പം നെഗറ്റീവാണ് പുറത്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഗബ്രി പോയതോടുകൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ജാസ്മിന് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഗബ്രിക്കും ജാസ്മിൻ്റെ കോമ്പോയ്ക്ക്. എന്നിരുന്നാലും ശ്രീധുവിൻ്റെ അമ്മ പുറത്തെ കാര്യങ്ങൾ അവിടെ അറിയിക്കുന്നതായിട്ട് തോന്നിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ബിഗ് ബോസ് അങ്ങനത്തെ വാണിംഗ് കൊടുത്തത്. അപ്പോൾ അതാണ് അവർ ബിഗ് ബോസ് ആണെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത്. എന്നിരുന്നാൽ പോലും ബിഗ് ബോസിന് പോലും ചിന്തിക്കാം, ശ്രീധുവിൻ്റെ അമ്മ അവിടെ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവർ പറഞ്ഞുള്ളൂ. അവരുടെ മകളാന്ന് പറഞ്ഞ് നീ എങ്ങനെ വേണേലും കളിച്ചോ, നീ എന്താ ഇങ്ങനെ കാണിച്ചോ എന്നല്ല, ആ കപ്പെന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പ്രേമം നമുക്ക് സിനിമകളിൽ കാണാം, ഈ പറഞ്ഞ പോലെ പ്രേമം മാത്രം, ഏതൊരു ഷോയും പ്രേമത്തിലേക്ക് മാത്രം ഒതുക്കി ബാക്കിയുള്ളവരെന്താ പൊട്ടന്മാരാണ്, അവിടെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർക്ക് ഇവർ ആരും ജാസ്മിൻ, ഗബ്രി, ശ്രീതു, അർജുൻ ഇവരുടെയൊക്കെ ഈ ഒരു പ്രേമം മാത്രം ബിഗ് ബോസ് അതിലേക്ക് ഒതുങ്ങി ആ ഒരു ലവ് സീൻ മാത്രം പിടിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ള ഒരു കാര്യം, ആ കാര്യത്തെ നമുക്കായാലും ബിഗ് ബോസിനായാലും എനിക്കറിയില്ല, ബിഗ് ബോസിൻ്റെ കാര്യം എനിക്കറിയില്ല, അത് ആർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതൊരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ അവിടെ കയറിപ്പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്, അവിടെ നിന്ന് നേടുക എന്ന് പറയുന്നത് അതിലും വലിയ കാര്യമാണ്. അപ്പോൾ അവിടെ വെറുതെ ഒരു പ്രേമത്തിലേക്ക് ഒതുക്കിയെടുത്ത് ബാക്കിയുള്ളവരെല്ലാം പ്രേമമില്ലാത്തവരെ, അവിടെ പ്രേമിക്കാൻ പറ്റാത്തവർ, കഴിവുള്ളവർ പട്ടികളായി തീരണ ഒരവസ്ഥയിലേക്ക് ബിഗ് ബോസ് പോകണ്ട എന്ന് തന്നെയാണ് എൻ്റെ വെറും സാധാരണക്കാരിയായ ഞാനെന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം. ഞാൻ പല വീഡിയോയിലും അർജുൻ്റെ ശ്രീതു ഇരുന്ന് വർത്താനം പറയുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ ഒരു വ്യക്തി വന്ന് ചോദിച്ചതാണ്, നിങ്ങൾക്ക് അസൂയ തന്നെയാണ്, നിങ്ങൾക്ക് മുഴുത്ത അസൂയ തന്നെയാണ്, അങ്ങനെ എങ്ങാണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തിനാണ് അസൂയ? അർജുനും ശ്രീതുവും കല്യാണം കഴിക്കുക, പ്രേമിക്കുക ചെയ്യണതിന് ഞങ്ങൾ കാണുന്ന ഷോ ആണ്, നമ്മുടെ നെറ്റ് ചാർജ് ചെയ്ത് നമ്മൾ കാണുന്ന ഷോ ആണ്. ആ ഷോ എങ്ങനെ വേണമെന്നുള്ളത് നമ്മളാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് വെറുതെ ഇവരുടെ വർത്താനം, ഇവർ തമ്മിൽ വർത്താനം പറയുമ്പോൾ അത് ബിഗ് ബോസ് എടുക്കാതിരിക്കുമോ? ഇവരുടെ വർത്താനത്തിന് കുറേ സമയം അങ്ങനെ പോകുമ്പോൾ നമുക്കിത് കാണാൻ ഇഷ്ടമില്ല. ആസ് എ പ്രേക്ഷക, ആസ് എ വ്യൂവർ എനിക്ക് റിയാക്ട് ചെയ്യാം, എനിക്ക് അതിനെപ്പറ്റി പറയാം. അതാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. വെറും സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, അല്ലെങ്കിൽ ഒരു എന്തോ ആവട്ടെ, ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നു, ഇപ്പം ജോലിയില്ല എങ്കിലും നോക്കുന്നു. അപ്പോൾ PSCക്കൊക്കെ പഠിക്കുന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ. അപ്പോൾ എനിക്ക് അഭിപ്രായമുണ്ട് എന്ത് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലവ് സ്ട്രാറ്റജി ഒന്നും എന്താ പറയുക, അത് ചിലത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. കണ്ടിരിക്കാൻ ഒരുപാട് പേർക്ക് അത് താല്പര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ജബ്രി കോംബോവും ശ്രീധുവിൻ്റെ അർജുൻ്റെ കോംബോ ഒക്കെ. അപ്പം അത് നന്നായിട്ട് എടുക്കുക എന്നുള്ളത് അവരുടെ കാര്യമാണ്. അപ്പം അത്രേ ഉള്ളൂ, അത് പറയാനാണ്. അപ്പം എനിക്ക് അർജുൻ എൻ്റെ ആരുമല്ല, അല്ലെങ്കിൽ എൻ്റെ അനിയനല്ല, അല്ലെങ്കിൽ എൻ്റെ മുൻ ആരുമല്ല. അർജുൻ ആരെങ്കിലും നോക്കുന്നതിനോ പ്രേമിക്കുന്നതിനോ ശ്രീധുവിൻ്റെ ഭംഗിയുണ്ടോ നമുക്ക് അസൂയാറേണ്ട കാര്യമില്ല. അവർ പ്രേമിക്കണേന് നമുക്കെന്താ? അങ്ങനെയാണ് സിനിമാ നടന്മാരും നടിമാരൊക്കെ ഓരോരുത്തർ പ്രേമിച്ചെടുക്കുന്നത് നമുക്ക് അസൂയപ്പെട്ടിട്ടല്ലേ. ബിഗ് ബോസിൽ കിടന്നിട്ട് ഇത് കാണിക്കേണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ കാര്യത്തെ മറ്റുള്ളവർ കുറേ പേരെങ്കിലും നെഗറ്റീവ് അടിച്ചു, കുറേ പേര് സത്യസന്ധമായി അവരെ അവർ പറഞ്ഞ കാര്യം മുതൽ മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തെ ന്യായമായി പറഞ്ഞവരുമുണ്ട്. അപ്പം ഞാനും അതാണ്
ആഗ്രഹിക്കുന്ന അവർ പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും. ഓക്കെ, ബൈ.